അതെ, ഇന്ന് നമുക്ക് അവിൽ വിളയിച്ചതുണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ കേട്ടോ. ഞാൻ ചൂടുള്ള പാനിൽ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. സ്ലോയിൽ വേണം വറുത്തെടുക്കാൻ കേട്ടോ. തീ നന്നായിട്ട് സ്ലോയിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, അധികം ഇനി കരിയിപ്പിക്കണ്ട, ഇത്ര മതി. അപ്പോൾ ഇത് ഇനി നമുക്കിത് കുറച്ച് അവിടെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ശർക്കര വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാൻ കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഒരു ശർക്കരയാണ്, 1/4 കപ്പ് വെള്ളം പോലും എടുത്തിട്ടില്ല കേട്ടോ. 3 ടേബിൾ സ്പൂണ് അത്രയും എടുത്തിട്ടില്ല, കുറച്ച് വെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ 1/4 കപ്പിൻ്റെ പകുതി അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തരിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ കല്ലും പൊടികളും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ആവണ്ടല്ലോ വിചാരിച്ചിട്ട് നമുക്ക് തരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ആ ചൂടോടൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കണവും ഏറ്റവും നല്ല കേട്ടോ. നമ്മൾ തീ ഓഫാക്കണില്ലല്ലോ, അത് ആ തീയിലിട്ട്, ആ ചെറിയ തീയിലിട്ട് കാരണം തന്നെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അവിലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഇതാവുള്ളൂ കേട്ടോ, ശർക്കര പാനി എത്തുള്ളൂ. നന്നായിട്ട് അതിൽ മിക്സായിട്ട് കളറ് ചേഞ്ചായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം ചേഞ്ച് ആവുന്നുണ്ട്, നന്നായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും സാരമില്ല. ഞാൻ വോയിസ് ഓവർ ഇപ്പോഴാണ് കൊടുക്കുന്നത്. രാവിലെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഷൂട്ട് ചെയ്തത്. വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത്. അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, ഇത്ര മതി. നമ്മൾ അധികം ശർക്കര ഇട്ടാൽ കുറച്ചുകൂടി ചേഞ്ച് ആവും കേട്ടോ, കളറ് നല്ല ഡാർക്ക് കളറിൽ വരും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ചീരുള്ളിയാണ്. 1/4 കപ്പ് ചീരുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1/4 കപ്പ് ചീരുള്ളി, അത് നല്ല ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിലേക്ക് പഴം ഒരുപാട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പഴം ചേർത്താൽ മതി. ഞാൻ ഇത് കുഞ്ഞു പഴമായിരുന്നു, നമ്മൾ കുന്നൻ പഴമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർത്തത്. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ, കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചേർത്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാൾട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് നേരം അങ്ങനെ വെക്കണേ, എന്നിട്ട് മാത്രമാണ് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് ഇതാവുള്ളൂ, ആ ഉള്ളിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഇതാക്കിയതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു പാത്രത്തിലേക്ക് ഞാൻ സേവ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ, 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ആദ്യം നമുക്ക് വലിയ പ്രയാസമുള്ളത് നമുക്ക് ഉറപ്പായിട്ടും ഈ അവിൽ വറുക്കണതാണ് കേട്ടോ. അതിനാകെ 2 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.